ഹലോ ഗൈസ്, ഞാനിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, നിമിഷപ്രിയയുടെ വധശിക്ഷ. അതാണല്ലോ ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. നിമിഷപ്രിയ ജനിച്ചത് 1989 പാലക്കാട് കൊല്ലങ്കോടുള്ള തേക്കിൻചിറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കുടുംബം വളരെ ഒരു ദാരിദ്ര്യ അവസ്ഥയിലുള്ള ഒരു കുടുംബത്തിൽ പെട്ട ഒരു കുട്ടിയായിരുന്നു നിമിഷപ്രിയ. അവൾ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തുള്ളൊരു പള്ളിക്കാർ അവർ മുൻകൈയെടുത്ത് ഈ നിമിഷപ്രിയയെ ഒരു നേഴ്സിംഗ് പഠിപ്പിച്ച് പാസ്സാക്കുന്നത്. അതിനുശേഷം നിമിഷപ്രിയ കൊല്ലങ്കോടുള്ള മാത്തൂരിൽ തോട്ടം കാര്യസ്ഥനായിരുന്ന ടോമി എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിച്ചു. ആ സമയത്ത് നിമിഷപ്രിയയുടെ വയസ്സ് 22 നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയും വിവാഹം കഴിച്ചതിന് ശേഷം അവർ രണ്ടുപേരും ജോലി തേടി യമനിലെത്തിയപ്പോൾ നിമിഷപ്രിയയ്ക്ക് യമനിൽ ഒരു ക്ലിനിക്കിൽ ജോലി കിട്ടി. അതുപോലെ തന്നെ ടോമിക്ക് അവിടെ ഒരു പെട്രോൾ പമ്പിലും ജോലി കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെഹ്ദി എന്ന് പറയുന്ന യമനിലെ ഒരു പൗരൻ, അദ്ദേഹം തൻ്റെ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ഈ നിമിഷപ്രിയ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ വന്നത്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നതും സൗഹൃദത്തിലാവുന്നതും. ഇതിനിടയിൽ ഈ യമനിൽ ഒരു വലിയ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ സമയത്ത് നിമിഷപ്രിയയുടെ ഭർത്താവും കുട്ടി മിഷേലും നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. 2015 നിമിഷപ്രിയ തനിക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന് ഈ നിമിഷപ്രിയ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ക്ലിനിക്കിൻ്റെ ഉടമസ്ഥനായ ലത്തൂരിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ലത്തൂരും ഈ നിമിഷപ്രിയയും വളരെയധികം നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ ഒരു സുഹൃത്ത് ബന്ധം വെച്ച് ലത്തൂര് 63% ഷെയർ ഈ നിമിഷപ്രിയയ്ക്ക് ഈ പുതിയ ക്ലിനിക്ക് തുടങ്ങാനായിട്ട് നൽകുകയാണ് ഉണ്ടായത്. നിമിഷപ്രിയയ്ക്ക് യമനിൽ ഒരു പുതിയ ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ അവിടെയുള്ള ഒരു പൗരൻ്റെ അഡ്രസ്സ് ആവശ്യമായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി നിമിഷപ്രിയ മെഹദിയുടെ അടുക്കൽ ചെന്നു. മെഹദി അവിടെ അറിയപ്പെടുന്ന ഒരു വസ്ത്രവ്യാപാരി കൂടിയായിരുന്നു. ക്ലിനിക്ക് തുടങ്ങാൻ മെഹദി നിമിഷപ്രിയയെ സഹായിച്ചു. നിമിഷപ്രിയ പുതിയ ക്ലിനിക്കിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളുമെല്ലാം ഈ മെഹദി വഴിയാണ് വാങ്ങിയത്. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് പുതിയതായിട്ട് തുടങ്ങുന്ന ആ ക്ലിനിക്കിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളുടെ ഓണർഷിപ്പും വാഹനങ്ങളുടെ RC ബുക്കും മെഹദിയുടെ പേരിലാണ് നിമിഷപ്രിയയ്ക്ക് ലഭിച്ചത്. 2015 മുതൽ നിമിഷപ്രിയയുടെ പുതിയ ക്ലിനിക്കായ അൽ അമൻ പ്രവർത്തനം ആരംഭിക്കുകയും ആ ആശുപത്രിക്ക് 14 കിടക്കുകൾ ഉണ്ടായിരുന്നു. 2015 മെഹദിയും നിമിഷപ്രിയയും നാട്ടിൽ വരികയും ഭർത്താവിൻ്റെ നാടായ തൊടുപുഴയിൽ വരികയും അതിനുശേഷം ആലപ്പുഴ, മൂന്നാർ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെ ചുറ്റിക്കറങ്ങുകയും ചെയ്തിരുന്നു. തുടർന്ന് മെഹദിയും നിമിഷപ്രിയയും തിരിച്ച് യമനിലേക്ക് പോവുകയും ഭർത്താവും മകളും നാട്ടിൽ തന്നെ തുടരുകയും ചെയ്തു. തിരിച്ച് യമനിലെത്തിയ മെഹദിയുടെ സ്വഭാവത്തിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ടായി. സ്വഭാവം മാറാൻ തുടങ്ങി. അദ്ദേഹം നിമിഷപ്രിയയുടെ പുതിയ ക്ലിനിക്കിൽ ചെന്ന് നിമിഷപ്രിയയാണ് എൻ്റെ ഭാര്യയെന്ന് അവിടെയുള്ള ജോലിക്കാരോട് പറയുകയും ബഹളമുണ്ടാക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ പറഞ്ഞ് ക്ലിനിക്കിൽ നിന്ന് പണമെടുക്കാനും തുടങ്ങി. തുടർന്ന് മെഹദി നിമിഷപ്രിയയുടെ വിസയും പാസ്പോർട്ടും എല്ലാം പിടിച്ചു വെക്കുകയും അതുപോലെ തന്നെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നിമിഷപ്രിയ ഈ കാര്യങ്ങളെല്ലാം മെഹദിയുടെ അച്ഛനോട് പറയാൻ വേണ്ടി അവിടെ ചെന്നു പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെ നിമിഷപ്രിയ മെഹദിയുമായിട്ട് കേസിനു പോയി. നിമിഷപ്രിയ കേസ് നടത്തി 16 ദിവസം ജയിലിലായിരുന്നു. മെഹദി ലഹരിക്ക് അടിമയായിരുന്നു. അങ്ങനെ സന സെൻട്രൽ ജയിലിലെ സ്ഥിരം അന്തേവാസിയായിരുന്നു.
ഒരുപാട് ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. നിമിഷപ്രിയയുടെ പുതിയ ക്ലിനിക്കിൽ നിന്നും മെഹദി 33% ഓഹരി വ്യാജരേഖകൾ കാണിച്ച് എടുത്തിരുന്നു. നിമിഷപ്രിയയുമായിട്ടുള്ള വ്യാജ വിവാഹ ഫോട്ടോയും അതുപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റുകളും മെഹദി ഉണ്ടാക്കി. നിമിഷപ്രിയ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ജയിൽ വാർഡൻ ഒരു ഉപദേശം കൊടുത്തു. ഈ മെഹദി അദ്ദേഹത്തെ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് മയക്കുക, അതിനുശേഷം നിമിഷപ്രിയയുടെ പാസ്പോർട്ടും വിസയും എടുത്ത് ഈ യമനിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. അങ്ങനെ നിമിഷപ്രിയ വളരെ തന്ത്രപൂർവ്വം മെഹദിയെ ക്ലിനിക്കിലേക്ക് വിളിച്ചു വരുത്തുകയും കെറ്റമിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, മയങ്ങാനായിട്ടുള്ള ഒരു മരുന്ന് അദ്ദേഹത്തിൽ കുത്തിവെക്കുകയും ചെയ്തു. പക്ഷേ ആ മരുന്നിൻ്റെ അളവ് ഓവർ ഡോസ് ആവുകയായിരുന്നു. അങ്ങനെ മെഹദി മരിക്കുകയായിരുന്നു ചെയ്തത്. ഭയന്നുപോയ നിമിഷപ്രിയ തൊട്ടടുത്ത് ഉള്ള അപ്പാർട്ട്മെൻറ്റിലുള്ള ഹനാൻ എന്ന് പറയുന്ന ഒരു നേഴ്സിനെ വിളിക്കുകയും പിന്നീട് ഹനാൻ നേഴ്സാണ് ഈ ബോഡി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി 256 കഷ്ണങ്ങളാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് കൂടിലാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു ചെയ്തത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാട്ടർ ടാങ്കിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാർ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് ബോഡി വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെത്തുകയും നിമിഷപ്രിയയ്ക്കുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. രക്ഷപ്പെടാൻ ശ്രമിച്ച നിമിഷപ്രിയയെ പോലീസ് യമൻ അതിർത്തിയിൽ വെച്ച് പിടിച്ച് സന സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 2018 നിമിഷപ്രിയയ്ക്ക് കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. അതുപോലെ തന്നെ ഹനാന് ജീവപര്യന്തവും കൊടുത്തു. 2023 യമനിലെ ഉന്നത അധികാര സമിതി നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചു. 2024 യമൻ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അനുമതി നൽകി. ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ പല പ്രമുഖരും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എത്രയും വേഗം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി അവർ നാട്ടിലേക്ക് മടങ്ങണമെന്ന് നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം.